ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. മുഅ്മിനീങ്ങളാകുന്ന ഓരോ ആളുകൾക്കും വലിയ കടപ്പാടും ബാധ്യതകളും പരിശുദ്ധമായ ഖുർആൻ ഷരീഫുമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തായി നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ അത് ഹിദായത്തിൻ്റെ ഗ്രന്ഥമാണ്. ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയങ്ങൾക്ക് നിദാനമാകുന്ന കിതാബാണ്. ആ ഖുർആനോടുള്ള കടമകളിൽ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് തിലാവത്താണ്, ഖുർആൻ ഓതലാണ്. അപ്പോൾ ആ ഓതാൻ വേണ്ടി നമ്മൾ തജ്വീദ് പഠിക്കുന്നു, അതിൻ്റെ നോക്കിയോത്ത് പഠിക്കുന്നു. അൽഹംദുലില്ലാഹ് അതിൻ്റെ തർത്തീബുകൾ, നിളാമുകൾ നമ്മുടെ നാടുകളിൽ കാണാൻ വേണ്ടി പറ്റും. മദ്രസകളിൽ നമ്മൾ ചെറിയ പ്രായം മുതൽ അക്ഷരങ്ങൾ വായിക്കാൻ പഠിക്കുകയും തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കുകയും നോക്കിയോത്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ കടമ എന്ന് പറയുന്നത് ആ ഖുർആൻ ഷരീഫിനെ മനസ്സിലാക്കലാണ്. കാരണം ഖുർആൻ ഷരീഫ് അള്ളാഹിൻ്റെ കലാമാണല്ലോ, അള്ളാഹു നമ്മോട് സംസാരിക്കുകയല്ലേ. അപ്പോൾ എന്താണ് അള്ളാഹു സംസാരിക്കുന്നത്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതിൻ്റെ ആശയം എന്താണ്, ഇത് മനസ്സിലാക്കൽ മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താ ഖുർആനെ പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്തത്? ഓതിയാൽ സവാബ് ലഭിക്കും, കൂലി ലഭിക്കും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ എപ്പോഴാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്, മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? അത് മനസ്സിലാക്കുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ വാക്കുകൾ, അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാകുക. ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി പോകുന്ന രംഗം നമ്മൾ പല പ്രസംഗങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ അള്ളാഹിനെ മാറ്റിമറിച്ചത് എന്താണ്? സത്യത്തിൽ സഹോദരിൻ്റെ ഖുർആൻ ഷരീഫിൻ്റെ തിലാവത്താണ്. തിലാവത്ത് എന്ന് പറയുമ്പോൾ സഹോദരി ഓതിയ ആ സ്വരമാധുര്യവും ശൈലിയും കൊണ്ടായിരിക്കും ഉമർ അള്ളാഹിന് മാറിയത്. അതൊരു കാരണമാകാം. അതിൻ്റെ അപ്പുറത്ത് മഹദി ഓതിയ ആയത്തുകളിലെ ആയത്തിൻ്റെ ഉള്ളിലെ ആശയങ്ങളും അതിൻ്റെ ഡെപ്തുമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറി ചിന്തിച്ചത്. അവിടെയാണ് ഉമർ അള്ളാഹിന് ചിന്ത ഉണ്ടാകുന്നത്. ഇതൊരു മനുഷ്യൻ്റെ വാക്കുകളല്ലല്ലോ, മനുഷ്യനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കൂലല്ലോ, അല്ലെങ്കിൽ ഒരു കവിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കൂലല്ലോ, അല്ലെങ്കിൽ ഒരു മാരണക്കാരൻ ഇങ്ങനെ പറയാൻ സാധിക്കൂലല്ലോ. അപ്പോൾ ഈ ചിന്തകളും ആശയങ്ങളുമാണ് പല മനുഷ്യരെയും മാറ്റിമറിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ പറ്റാവുന്ന രീതിയിൽ, വളരെ ആഴത്തിലൊന്നുമല്ല എങ്കിലും അതിൻ്റെ ഉപരിതലത്തിലുള്ള ആശയങ്ങളെങ്കിലും മനസ്സിലാക്കി പോകൽ നമ്മുടെ മേൽ വലിയ കർത്തവ്യമാണ്. അല്ലാഹു തആല നമുക്കിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അൽഹംദുലില്ലാഹ് ഇവിടെ നിന്ന് ആരംഭം കുറിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ വലിയൊരു ഉദ്യമമാണ്. ഇത് തീരൂല എന്നും നമുക്കറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയാം. അള്ളാഹു അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിക്കട്ടെ. നമുക്ക് അള്ളാഹു ഹക്ക് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ അതിൻ്റെ ഹഖീഖത്ത് അള്ളാഹു ഇറക്കി തരികയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഞാൻ ആമുഖങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് പോകാം. അപ്പോൾ തഫ്സീറാണ് നമ്മുടെ വിഷയം. എന്താണ് തഫ്സീർ എന്ന് പറഞ്ഞാൽ? ഖുർആനെ വിശദീകരിക്കലാണ്. ഖുർആനെ വിശദീകരിക്കൽ. ഖുർആൻ ഷരീഫ് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? ബഹുമാനപ്പെട്ട മുഹദ്ദിസുകളും മുഫസ്സിറുകളും ഒക്കെ എഴുതിയതായി കാണാം. ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് അൻ യുഫസ്സറൽ ഖുർആനു ബിൽ ഖുർആൻ. ഒന്ന്, ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വിശദീകരിക്കുക. ഖുർആൻ ഷരീഫിൽ ചില ഭാഗങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞിട്ടുണ്ടാവും, മുജ്മൽ എന്ന് പറയും അതിനെ. ഖുർആനിൽ തന്നെ അതിനെ വേറെ ചിലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദീകരണം ഖുർആൻ നോക്കിയാൽ മതി. ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വിശദീകരിക്കപ്പെടും. ഇതാണ് ഒന്നാമത്തെ രൂപം. ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകൾ, അവരുടെ കൂടെ എന്നെ നീ ചേർക്കണം എന്നാണ് പറയുന്നത്. ആരെയും അനുഗ്രഹം ചെയ്ത ആളുകൾ അതവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓതി വരുമ്പോൾ 5-ാമത്തെ ജുസ് എത്തുമ്പോൾ സൂറത്തു നിസായിലെ 5-ാമത്തെ ജുസിൽ 8-ാമത്തെ പേജിൽ നമുക്കിങ്ങനെ കാണാം, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. അനുഗ്രഹം ചെയ്ത ആളുകളെ ലിസ്റ്റ് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, മിനൻ നബിയീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ തന്നെ ഒരു ഭാഗത്ത് സംക്ഷിപ്തമായി പറഞ്ഞതിനെ മറുഭാഗങ്ങളിൽ വിശദീകരിക്കപ്പെടും. അതാണ് തഫ്സീറിൻ്റെ ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രൂപം എന്താണ്?
അങ്ങനെ ഖുർആനിൽ പറയപ്പെട്ടൊരു കാര്യത്തിൻ്റെ വിശദീകരണം ഖുർആനിൽ തന്നെ കാണുന്നില്ലെങ്കിൽ രണ്ടാമത്തെ രൂപം ഫഅലൈക ബിസ്സുന്ന, ഹദീസുകളിൽ പരതലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിൽ പറയപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. നബിതങ്ങളെ നബിയായ അയച്ചതിൻ്റെ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടി എന്താണ്? വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിനെ തങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? വിശദീകരിച്ചു കൊടുക്കണം. കാരണം ഖുർആൻ നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ എല്ലാം കൂടി സവിസ്തരം പ്രതിപാദിച്ച് പറഞ്ഞു പോയാൽ വലിയ ഗ്രന്ഥമായി മാറും, വാള്യങ്ങളുള്ള ഗ്രന്ഥമായി മാറും. അപ്പോൾ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും മനനം ചെയ്യാനും ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ രൂപം ഫഅലൈക ബിസ്സുന്ന, ഹദീസുകളിൽ പരതുക എന്നുള്ളതാണ്. മൂന്നാമത്തെ രൂപം, ഇനി ചിലതിൻ്റെ തഫ്സീർ നമുക്ക് ഹദീസിൽ കാണുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മൂന്നാമത്തെ രൂപം റജഅന ഫീ ദാലിക ഇലാ അഖ്വാലി സഹാബ, സഹാബാക്കൾ ഈ ആയത്തിനെ പറ്റി എന്തു പറഞ്ഞു എന്ന് പരിശോധിക്കണം. കാരണം ഈ ആയത്തിറങ്ങുമ്പോൾ ജീവിച്ച ആളുകൾ ആരാണ്? സഹാബാക്കളാണ്. അപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ നബിതങ്ങൾ എന്താണ് ചെയ്തത് എന്ന് കണ്ടതാരാണ്? സഹാബാക്കളാണ്. അതുകൊണ്ട് സഹാബാക്കൾ എന്ത് പറയുന്നു ഒരായത്ത് വരുമ്പോൾ അതിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഖുലഫാ റാഷിദീങ്ങളെ വാക്കുകൾ ഇവിടെ പരിഗണിക്കണം. ഇതിൽ നമ്മൾ ഏറ്റവും പരാമർശിക്കേണ്ടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഖുർആനിൻ്റെ വിവരണത്തിൽ തഫ്സീറിൽ വലിയ ഗ്രാഹ്യമുള്ള പണ്ഡിതന്മാരാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ നസലത്ത് ആയത്തും മിൻ കിതാബില്ലാഹി ഇല്ലാ വ അന അഅലമു ഫീമൻ നസലത്ത്. ഖുർആൻ ശരീഫിൽ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാരെ വിഷയത്തിലാണ് ഇറങ്ങിയെന്ന് എനിക്കറിയാം. കാരണം ഖുർആൻ സന്ദർഭോചിതമായിട്ടാണ് ഇറങ്ങുക, പക്ഷെ അത് എല്ലാ കാലത്തേക്കുള്ള ബാധകവുമായിരിക്കും. ആരെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം, ഓരോ ആയത്തിനെ സംബന്ധിച്ചും. വ അന അഅലമു ഫീമൻ നസലത്ത് വ ഐന നസലത്ത്, ഏത് സ്ഥലത്ത് വെച്ചാണ് ഇറങ്ങിയത്, ഹിജ്റയിൽ വെച്ചാണോ, യാത്രക്കിടയിൽ വെച്ചാണോ, ശൈത്യകാലത്താണോ, ഉഷ്ണകാലത്താണോ, രാത്രിയിലാണോ, പകലാണോ, ഇതൊക്കെ എനിക്കറിയാം. മഹാനവറുകളുടെ ആ ധൈര്യവും നിങ്ങൾ നോക്കണം. ആ ഖുർആൻ്റെ വിഷയത്തിൽ അത്ര ധൈര്യം ഉണ്ടാകുമ്പോഴേ നമുക്ക് വലിയ വലിയ വാദങ്ങൾ പറയാൻ വേണ്ടി സാധിക്കാം. ബഹുമാനപ്പെട്ടവർ പറയാണ്, വലൗ അഅലമു അഹദൻ അഅലമ ബി കിതാബില്ലാഹി മിന്നി, എനിക്ക് ഖുർആൻ ഷരീഫിൽ എന്നേക്കാൾ വിവരമുള്ള ഒരാളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ തീർച്ചയായും ലഅതൈതുഹു, അയാളുടെ അടുക്കൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ട് പോകേണ്ടി വന്നാലും ശരി ഞാൻ പോയിട്ട് പഠിക്കും. കാരണം എൻ്റെ വലിയ ആഗ്രഹമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ഇൽമ് അതെവിടെ ഉണ്ടെങ്കിലും ശരി ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എങ്ങനെയായിരുന്നു നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഖുർആൻ്റെ പഠനത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. ഒരു 10 ആയത്ത് സഹാബാക്കൾ പഠിക്കും. കാരണം നമ്മളെന്ന് പറയുന്ന പോലെ ഗ്രന്ഥരൂപത്തിലല്ലല്ലോ ഒന്ന് ഇറങ്ങിയത്. ഒരു 10 ആയത്ത് ഇറങ്ങിയാൽ ആ 10 ആയത്ത് പഠിക്കും. എന്നിട്ട് ഹത്താ യുറഫ മആനീഹിന്ന വൽ അമലു ബിഹിന്ന, ഈ 10 ആയത്തിൽ എന്തെല്ലാം ആശയങ്ങളുണ്ട് എന്ന് സഹാബാക്കൾ ചർച്ച ചെയ്യും, പഠിക്കും. മാത്രമല്ല ഈ 10 ആയത്തിൽ എന്തൊക്കെ ഇപ്പോൾ അമൽ ചെയ്യാനുണ്ട് അതും അമൽ ചെയ്യും. അള്ളാഹ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലേ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു എന്ന ആയത്തിറങ്ങി. നിങ്ങൾക്ക് പൂർണ്ണമായ നന്മ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സദഖ ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ ആശയം. അപ്പോൾ നമ്മളാണെങ്കിൽ സദഖ ചെയ്യണം, നമ്മളിങ്ങനെ അത് മനസ്സിലാക്കും. ഉടനെ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ ബൈറുഹ തോട്ടമാണ്. നബിതങ്ങൾ പോലും അവിടെ ഇടക്കിടക്ക് വന്നിരിക്കും, തണൽ കൊള്ളാൻ, വെള്ളം കുടിക്കാനൊക്കെ അവിടെ ഇരിക്കും. നബിതങ്ങളോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം ആ തോട്ടമാണ്, ഞാനിതാ ആ തോട്ടത്തിനെ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ വഖഫ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ആയത്തിറങ്ങുമ്പോൾ ആ ആയത്തിൻ്റെ ആശയങ്ങൾ പഠിക്കും, അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യും. അതാണ് സഹാബാക്കൾ പറഞ്ഞത്, ഫതഅല്ലംനൽ ഖുർആന വൽ അമല ജമിയൻ, ഖുർആൻ്റെ പഠനവും അതിൻ്റെ അമലും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പഠനം. നമ്മളൊരു ആയത്ത് കേൾക്കുന്നു, പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കും, സംസാരങ്ങളിൽ നമ്മൾ കേൾക്കും. അപ്പോൾ അതൊരു സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തേക്കണം. ചിലത് നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റൂല. ഉദാഹരണം, ഒരു ഉംറനെ പറ്റിയുള്ള ആയത്ത്, ഹജ്ജിനെ പറ്റിയുള്ള ആയത്ത്, സദഖ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ആയത്ത്, ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിൽ നിയ്യത്ത് ഇൻഷാ അല്ലാഹ് കൊടുക്കണം. സുന്നത്ത് നിസ്കാരത്തിനെ പറ്റിയുള്ള ആയത്താണ് കേൾക്കുന്നത്, അത് കഴിഞ്ഞ് ഉടനെ, പ്രസംഗം കഴിഞ്ഞ് ഉടനെ പറ്റുമെങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ സമയത്ത് നിസ്കരിച്ചേക്കണം. അല്ലെങ്കിൽ ഖൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുമെന്ന്. ഇങ്ങനെയാണ് സഹാബാക്കളുടെ പഠനം. അപ്പോൾ സഹാബാക്കളിൽ നമ്മൾ എടുത്തുദ്ധരിക്കേണ്ട മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് തഫ്സീറുമായി ബന്ധപ്പെട്ട് അൽ ഹിബ്റുൽ ബഹർ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം തഫ്സീറുമായി ബന്ധപ്പെട്ട് വലിയ അവഗാഹമുള്ള സഹാബിയാണ്. തർജുമാനുൽ ഖുർആൻ, ഖുർആനിൻ്റെ പരിഭാഷകൻ എന്നറിയപ്പെടുന്ന സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം കിട്ടാൻ മറ്റൊരു കാരണമുണ്ട്. നബിതങ്ങൾ അദ്ദേഹത്തിനുവേണ്ടി സ്പെഷ്യൽ ഒരു ദുആ നടത്തിയിട്ടുണ്ട്.
എന്താ ദുആ നടത്തിയത്? അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പറ്റി ദുആ ചെയ്ത്, പടച്ചോനെ ഈ കുട്ടിക്ക്, ഈ മോന് ദീനിൽ നല്ല ഗ്രാഹ്യം കൊടുക്കണേ, അള്ളാഹു നമുക്കും നൽകട്ടെ. വഅല്ലിംഹു തഅ്വീൽ. ഈ സഹാബിക്ക്, ഈ മോന് നീ ഖുർആൻ ഷരീഫിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അറിവും നീ പകർന്നു കൊടുക്കണമേ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരത്തെ വഫാത്തായി പോയിട്ടുണ്ട്. ഹിജ്റ 32 വഫാത്തായ സഹാബിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 68 വഫാത്തായ സഹാബിയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, 32 കഴിഞ്ഞ് 68 ഇനിയും 36 വർഷമുണ്ട്. അപ്പോൾ ആ 36 വർഷത്തിനിടയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എത്രമാത്രം ഹദീസുകളുടെ ശേഖരവും തഫ്സീറുമായി ബന്ധപ്പെട്ടും കേട്ടിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരിക്കൽ ഹജ്ജിൻ്റെ സീസണിൽ അറഫയിലൊക്കെ പ്രസംഗിക്കണമല്ലോ. അപ്പോൾ ഓരോ കാലത്ത് ആരാണോ സഹാബാക്കൾ, പ്രധാനികൾ, ഓരോ ആളുകളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഹജ്ജിൻ്റെ സീസൺ ആയപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏൽപ്പിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ എത്ര ലക്ഷം ആളുകൾ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ വെറുതെ ഊഹിച്ചാൽ മതി. അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇസ്ലാം അത്രമാത്രം വ്യാപിച്ചു. ഹജ്ജിനും ഉംറക്കും പിന്നെ നാട്ടിൽ പോയിട്ട് ഹജ്ജും ഉംറയും ചെയ്യാൻ കഴിയുമല്ലോ. മക്കത്ത് വന്നിട്ട് തന്നെ ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യണം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ വേണ്ടി കയറി. എന്താ ചെയ്തതെന്നറിയോ? ഫഖറ ഫീ ഖുതുബതിഹി സൂറത്തുൽ ബഖറ. മൂപ്പരെ പ്രസംഗത്തിൽ സൂറത്തുൽ ബഖറ ഓതിയിട്ട് വിശദീകരിക്കാൻ വേണ്ടി തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ആ പ്രസംഗത്തിൻ്റെ ലെങ്ത് എത്ര ഉണ്ടായിട്ടുണ്ടാവുന്നു. ചില റിപ്പോർട്ടുകളിൽ സൂറത്ത് നൂർ എന്നും വന്നിട്ടുണ്ട്. ഏതായാലും 2 സുദീർഘമായ സൂറത്തുകളാണ് അദ്ദേഹം പ്രസംഗത്തിൽ അതിൻ്റെ വിശദീകരണം അങ്ങ് പറയാൻ തുടങ്ങി. വെറുതെ ഓതുകയല്ല, ഇതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, ഇതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്. എന്നിട്ട് കേട്ട ആളുകൾ പറയാണ്, ഈ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ പ്രസംഗം റോമക്കാരും തുർക്കികളും ദൈലമികളും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നോർത്താണ് ഇറാനിലൊക്കെ ജീവിക്കുന്ന ആ ഒരു ഏരിയക്കാണ് ദൈലം എന്ന് പറയുന്നത്, ആ ആളുകളൊക്കെ കേട്ടിരുന്നുവെങ്കിൽ അവരാ നിമിഷം മുസ്ലിമാകുമായിരുന്നു. അത്രമാത്രം ഗാംഭീര്യമുള്ള ഒരു പ്രസംഗം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ പരപ്പ് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് മൂന്നാമത്തെ ലെവൽ. അപ്പോൾ ഒന്ന് ഖുർആൻ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യുക. 2 ഹദീസ് കൊണ്ട് തഫ്സീർ ചെയ്യുക. 3 സഹാബാക്കളുടെ വാക്കുകൾ നോക്കുക. ഇനി ഒരു വിഷയത്തിൽ സഹാബാക്കളുടെ വാക്കുകൾ ലഭ്യമല്ല, കാണുന്നില്ല, ആ വിഷയത്തിൽ സഹാബാക്കളുടെ റിപ്പോർട്ടുകളൊന്നും ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇല അഖ്വാലി താബിഈൻ, താബിഈങ്ങളുടെ വാക്കുകളിലേക്കാണ് പരിശോധിക്കേണ്ടത്. ആരാ താബിഈ എന്ന് പറഞ്ഞാൽ? സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ആരാ സഹാബി എന്ന് പറഞ്ഞാൽ അതിനൊരു നിയമമുണ്ട്. ഒരാളെ പറ്റി നമുക്ക് എപ്പോഴാണ് സഹാബി എന്ന് പറയാൻ പറ്റുക? എന്താണ് അതിൻ്റെ നിയമം? അതെ, നബിതങ്ങളെ മുഅ്മിനായ നിലക്ക് നബിതങ്ങളുടെ മജ്ലിസിൽ ഹാജരാവണം. ഇതാണ് കണ്ടീഷൻ. കണ്ണുകൊണ്ട് കാണാൻ നിർബന്ധമില്ല. കണ്ണുകൊണ്ട് എന്ത് ചെയ്യണ്ട? കാണുന്നില്ല, കാരണം കണ്ണ് കാണാത്ത സഹാബാക്കളുണ്ടല്ലോ. മുഅ്മിനായ നിലക്ക് ഒരു സെക്കൻഡെങ്കിലും നബിതങ്ങളുടെ മജ്ലിസിൽ ഹാജരാണ്. മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി. രണ്ടാമത്തെ കണ്ടീഷൻ വമാത അലൽ ഈമാൻ, മരിക്കുമ്പോൾ എന്തായിട്ട് മരിക്കണം? മുഅ്മിനായിട്ട് മരിക്കണം. ഇടയിൽ മുർത്തദായി പോയാൽ പിന്നെ പ്രശ്നമാവും. ഇതാണ് സഹാബി. താബിഈ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹാബിയെ കണ്ട ആൾ, സഹാബിയുടെ ഹളറത്തിൽ ഈമാനോടുകൂടി നിലകൊണ്ട ആൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താബിഈങ്ങൾ. അപ്പം സഹാബാക്കളെ കണ്ട ആളുകളുടെ മഹത്വം നമ്മൾ പറയേണ്ടതില്ല. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു. പിന്നെ അതിന് ശേഷമുള്ള നൂറ്റാണ്ടാണ്, പിന്നെ അതിന് ശേഷമുള്ള നൂറ്റാണ്ടാണ്. കാരണം അത് നുബുവത്തിൻ്റെ ആ വെളിച്ചവുമായി അടുത്ത കാലഘട്ടമാണ്. അപ്പോൾ സഹാബാക്കളുടെ വാക്കുകൾ നമുക്ക് കാണുന്നില്ലെങ്കിൽ ഇല അഖ്വാലി താബിഈൻ, താബിഈങ്ങളുടെ വാക്കുകളാണ് നമ്മൾ പിന്നെ നോക്കുക. അതിലേറ്റവും പ്രസിദ്ധമായ ഒരു താബിയുണ്ട്, മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി. മുജാഹിദ് ബിൻ ജബർ എന്നാണ് ആ താബിയുടെ പേര്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്. അവന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കഴിവ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി. മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പഠിക്കാൻ വേണ്ടി പോയിട്ട് 3 തവണ ഖുർആൻ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിക്കൊടുത്തു. എങ്ങനെ ഓതിക്കൊടുക്കൽ? ഒരായത്ത് ഓതും, എന്നിട്ട് ചോദിക്കും എന്താ ഇതിൻ്റെ ഉദ്ദേശം, എന്താ ഇതിൻ്റെ അർത്ഥം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കും. അടുത്ത ആയത്ത് ഓതും, എന്താ ഇതിൻ്റെ ഉദ്ദേശം, എന്താ ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ 3 തവണ, സലാസ അർളാത്തിൻ, 3 തവണ മുഴുവനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുമാനപ്പെട്ട മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുൻഗാമികളൊക്കെ പറയുമായിരുന്നു,
ഇദാ ജാഅക തഫ്സീറു അൻ മുജാഹിദിൻ ഫഹസ്ബുക ബിഹി. നിങ്ങൾ തഫ്സീർ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരായത്തിൻ്റെ ആശയം മനസ്സിലാകുന്നില്ല. അപ്പോൾ അവിടെ മുജാഹിദ് റഹ്മത്തുള്ളാഹിൻ്റെ ഒരു കോട്ട് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വെച്ചോ. മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് കണ്ടാൽ പിന്നെ നിങ്ങൾ ഇടം വലം നോക്കണ്ട, അത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് ബഹുമാനപ്പെട്ട സുഫ്യാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാം. ഇങ്ങനെ പിന്നെ നമ്മൾ നോക്കേണ്ട താബീങ്ങളിലേക്കാണ്. അതിൽ മുജാഹിദ് റഹ്മത്തുള്ളാഹി വളരെ പ്രമുഖനാണ്. ആ കൂട്ടത്തിൽ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് ഉണ്ട്, ഇക്രിമ റളിയല്ലാഹു അൻഹു ഉണ്ട്, അത്താ ഇബ്നു അബി റബാഹ്, ഹസൻ ബസരി തുടങ്ങിയ കുറേ ആളുകൾ കാണാം. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും തഫ്സീറൊക്കെ വായിക്കുകയാണെങ്കിൽ, അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലൊക്കെ ഉള്ള തഫ്സീറൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കിങ്ങനെ കാണാം, മുജാഹിദ് റഹ്മത്തുള്ളാഹി ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ മസ്റൂഖ് റഹിമുള്ള ഇങ്ങനെ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനാണ് ഈ മുഫസ്സിർ ഇങ്ങനെ കൊണ്ടുവന്നത്? അതിൻ്റെ ആധികാരികത വെളിപ്പെടുത്താനാണ്. ഒരായത്ത് ഓതിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്നതാണെന്ന് പറഞ്ഞാൽ അത് അത്രയും സ്ട്രോങ് ആയ ഒരു വാലിഡായ ആർഗ്യുമെൻ്റാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് തഫ്സീറിൻ്റെ പൊതുവായ രീതി. ഒന്ന് ചുരുക്കി പറയാം, ഒന്ന് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, ഖുർആനെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക, 3 സഹാബാക്കളെ വാക്ക്, താബീങ്ങളെ വാക്ക്. ഇതാണ് പൊതുവായ രീതി. പിന്നെ തഫ്സീറിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഭാഷയുടെ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കുക. അപ്പോൾ ഭാഷയ്ക്ക് കുറേ നിയമമുണ്ട്, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കുറേ നിയമങ്ങളുണ്ട്. അലിഫ്ലാം ഇട്ടാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അലിഫ്ലാം ഇല്ലാതെ വന്നാൽ ഇങ്ങനെയാണ്. ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ റജുലുൻ എന്നൊരു വാക്ക് നമ്മളിങ്ങനെ സങ്കല്പിക്കുക. റജുലുൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാധാരണ നമ്മൾ അർത്ഥം പറയല് പുരുഷൻ, മെയിൽ എന്ന അർത്ഥം വെക്കല്. ഇവിടെ നമ്മളൊരു അർറജുൽ എന്നൊരു അങ്ങനെ ഒരു അലിഫ്ലാം കൂടി കൂട്ടിക്കൊടുക്കാം. അർറജുൽ നമ്മളെന്താ സാധാരണ അർത്ഥം പറയാം? നമ്മളവിടെയും പുരുഷൻ്റെ സാധാരണ അർത്ഥം പറയല്, പക്ഷേ വ്യത്യാസമുണ്ട്. ഈ അല്ല് വന്നാൽ ഒരു വ്യത്യാസം ഉണ്ടാവും. റജുലുൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ജാഅനി റജുലുൻ, അവിടെ അർത്ഥം എൻ്റെ അടുക്കൽ ഏതോ ഒരാൾ വന്നു. റജുലുൻ എന്ന് അലിഫ്ലാം ഇല്ലാതെ പറഞ്ഞ അർത്ഥം എന്താണ്? ഏതോ ഒരാൾ, നക്കിറ എന്ന് പറയും നമ്മൾ അതിന് അറബിയിൽ, ഏതോ ഒരാളാ. ജാഅനി റജുലു അലിഫ്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു അർത്ഥം ഇങ്ങനെയാണ്, എൻ്റെ അടുക്കൽ ആ പുരുഷൻ വന്നു. മൂപ്പർ ആരെയോ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അർറജുൽ എന്ന് പറഞ്ഞാൽ അതാ ആ മനുഷ്യനില്ല, അത് അയാൾ അതായി. അപ്പോൾ എന്തായി? അർത്ഥത്തിന് കുറച്ചും കൂടി വ്യത്യാസം സംഭവിച്ചു. ഇങ്ങനെ ഭാഷ കൊണ്ട് ഖുർആൻ ഷരീഫിന് എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും നിയമപരമാണ്. ഇനി ഇതിൻ്റെ ഒക്കെ പുറത്തുള്ളൊരു തഫ്സീറുണ്ട്. ഏതാണ് ആ തഫ്സീർ? ഹറാമായ തഫ്സീറുണ്ട്. ഏതാണ് ഹറാമായ തഫ്സീർ? തഫ്സീറും ബിർറഈ. ഇതൊന്നും നോക്കാതെ ഖുർആൻ കൊണ്ട് നോക്കുന്നില്ല, ഹദീസ് കൊണ്ട് നോക്കുന്നില്ല, സഹാബാക്കളെ വാക്കില്ല, താബീങ്ങളെ വാക്കില്ല, ഭാഷ നോക്കുന്നില്ല. എനിക്കിങ്ങനെ തോന്നിയത് ഓതിയപ്പോൾ മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ഇതിനെയാണ് തഫ്സീറും ബിർറഈ എന്ന് പറയാം. സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുക? ഖുർആൻ ഷരീഫിനെ വ്യാഖ്യാനിക്കുക. നബി തങ്ങൾ പറഞ്ഞു, മൻ ഫസ്സറൽ ഖുർആന ബിറഅയിഹി, അല്ലെങ്കിൽ മൻ ഖാല ഫിൽ ഖുർആനി ബിറഅയിഹി, ഖുർആനിൽ ഒരാൾ സ്വന്തം അഭിപ്രായം അനുസരിച്ച് അഭിപ്രായം പറഞ്ഞാൽ, തഫ്സീർ പറഞ്ഞാൽ, നബി തങ്ങൾ പറഞ്ഞു, ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, നരകത്തിലേക്കുള്ള സീറ്റ് ഉറപ്പിച്ചോട്ടെ. കാരണം അത് അപകടം ചെയ്യും. കാരണം അള്ളാഹിൻ്റെ നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ കലാമിന് വ്യാഖ്യാനം പറയുക എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയാണോ? ഇപ്പം ഞാനൊരു വാക്ക് പറഞ്ഞു, ഞാനാ പറഞ്ഞ വാക്കിനെ വേറൊരാൾ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട്, കണ്ടോ ഇദ്ദേഹം പറഞ്ഞത് കണ്ടോ, വേറെ ആശയം ഇൻ്റർപ്രട്ടേഷൻ നൽകി വ്യാഖ്യാനം നൽകിയിട്ട് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരൂലേ? ഞാനതിന് മറുപടി വരില്ല. കണ്ട, ഞാൻ ഉദ്ദേശിച്ച അർത്ഥമല്ല ഇയാൾ കൊടുത്തിരിക്കുന്നത്, ഇയാൾ എൻ്റെ വാക്കിനെ തെറ്റായി ന്യായീകരിച്ചു. നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പറയുന്നില്ല, കേൾക്കില്ലേ? എൻ്റെ വാക്കുകളെ തെറ്റായി ന്യായീകരിച്ചു. ഒരു മനുഷ്യൻ്റെ വാക്കിനെ വേറൊരാൾ തെറ്റായി ന്യായീകരിച്ചാൽ ഇത്ര ദേഷ്യം ഉണ്ടാകുമെങ്കിൽ കലാമുള്ള, ഇത് അള്ളാഹിൻ്റെ വർത്താന, അള്ളാഹുവിൻ്റെ കലാമിന് വ്യാഖ്യാനം പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതില്ലേ? നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരാൾ സ്വയേഷ്ടപ്രകാരം ഖുർആൻ ഷരീഫിൽ തഫ്സീർ പറയുന്നുണ്ടെങ്കിൽ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ നിന്നുള്ള ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് തഫ്സീറുമായി ബന്ധപ്പെട്ട് നമ്മൾ ആമുഖത്തിൽ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഖുർആനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചില ഇസ്തിലാഹാത്തുകൾ, സാങ്കേതിക പദങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഖുർആനൊക്കെ തുറക്കുമ്പോൾ ഒരു സൂറത്തിൻ്റെ മുകൾ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ സൂറത്തിൻ്റെ പേരുണ്ടാകും, അല്ലേ? സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ സൂറത്തുൽ ബഖറ. പിന്നെ അതിൻ്റെ കൂടെ ഒരു സാധനം നിങ്ങൾക്ക് കാണാം, മക്കിയത്തുൻ മദനീയത്തുൻ കാണാൻ പറ്റും. പിന്നെ അദദു ആയാതിഹ എന്ന് കാണാം, ഇതിലെ ആയത്തുകളുടെ എണ്ണം. പിന്നെ വേറൊരു എണ്ണം കൂടി കാണാം, അദദു ആയാതിഹ എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിൽ എത്ര ആയത്തുണ്ടെന്ന് കാണാം.
പിന്നെ ഒരു പൊസിഷൻ നമ്പർ കാണാം. അതായത് ഈ സൂറത്തിനെ മുസ്ഹഫിൽ വെച്ചതിൻ്റെ ക്രമീകരിക്കപ്പെട്ട നമ്പർ 1, 2, 3 ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ മക്കി, ഈ മദനി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ നൽകിയിരിക്കുന്ന വിവക്ഷ എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനത്തേക്ക് ഹിജ്റ പോകുന്നതിന് മുൻപ് അവതരിച്ച സൂറത്തുകൾക്ക് മക്കി എന്ന് പറയും. ഇങ്ങനെ നബിതങ്ങൾ മക്കത്തു നിന്നും മദീനത്തേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയത്. ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയതിനോ മദനിയ എന്ന് പറയും, മദനിയായ സൂറത്തുകൾ എന്ന് പറയും. അപ്പോൾ ഈ സൂറത്തുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചില പൊതുവായ ചില കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. മക്കിയായ സൂറത്തുകളിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ ആഖിറം, ഈമാൻ, സ്വർഗം, നരകം, കുഫ്ർ, നിഫാഖ്, ഈ പറയപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടാകുക. മക്കിയായ സൂറത്തുകളിൽ കൂടുതൽ ഡിസ്കഷൻ എന്തിനെ പറ്റിയിട്ടായിരിക്കും? ആഖിറത്തിനെ പറ്റിയിട്ടായിരിക്കും, മരണാനന്തര ജീവിതത്തിനെ പറ്റിയിട്ടായിരിക്കും, സ്വർഗ നരകങ്ങളെക്കുറിച്ചായിരിക്കും. എന്നാൽ മദനിയായ സൂറത്തുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സൂറത്തിലെ കൂടുതൽ ചർച്ചകൾ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതായത് നിസ്കാരത്തിൻ്റെ വിഷയം, കള്ള് നിഷിദ്ധമാണെന്ന വിഷയം, എന്തൊക്കെയൊക്കെ സാധനങ്ങൾ തിന്നാൻ പറ്റും, എന്തൊക്കെ തിന്നാൻ പറ്റൂല, നിക്കാഹിൻ്റെ നിയമം, ത്വലാഖിൻ്റെ നിയമം, അതുപോലെ പിന്നെ ക്രൈമുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അനന്തരാവകാശത്തിൻ്റെ നിയമം, ഇതൊക്കെ മിക്കവാറും ഏത് സൂറത്തുകളിലുണ്ടാകുക? മദനി. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റക്ക് മുമ്പ് ഇറക്കിയതാണല്ലോ മക്കിയ സൂറത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഹിജ്റക്ക് മുമ്പ് സഹാബാക്കളുടെ ഈമാൻ പരുവപ്പെട്ട് വരുന്നേ ഉള്ളൂ, അല്ലേ? പരുവപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അള്ളാഹു തആല എന്തല്ല കൊടുത്തത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല കൊടുത്തത്. ആദ്യം എന്ത് ചെയ്തു? ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞു, സ്വർഗനരകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് മനസ്സുകളെ തയ്യാറാക്കി. മനസ്സ് പാകപ്പെട്ടു, ഹിജ്റ നടന്നു, മദീനയിലേക്കെത്തി. പിന്നീടാണ് നിയമങ്ങൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പ്രബോധനത്തിൻ്റെ ഒരു രീതിയാണ്. ആദ്യം തന്നെ പോയിട്ട് നമ്മൾ എന്തല്ല പറഞ്ഞു കൊടുക്കേണ്ടത്? മോനെ, നീ ഒരു റക്കാത്ത്, ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ ഒരു ഹുക്ബ നീ നരകത്തിൽ കിടക്കും. എന്താണ് ഒരു ഹുക്ബ എന്ന് അറിയുമോ? 2,82,00,000 വർഷമാണ്. ആ കേട്ടോ, അതിലേക്ക് അള്ളാഹ് പഠിച്ചവനെ, ഞാൻ ഇത്രയും കൊല്ലത്ത് നിസ്കാരം കളാക്കിയില്ല, ഇപ്പം എന്തായാലും ഞാൻ നരകത്തിൽ തന്നെ, ബാക്കിയും കൂടി ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് തീരുമാനിക്കും. ഇതല്ല പ്രബോധനത്തിൻ്റെ ശൈലി. ആദ്യം എന്തെയാണ് ചെയ്യേണ്ടത്? ഓൻ്റെ മനസ്സിനെ ആ ഹുക്മ് സ്വീകരിക്കാൻ പാകപ്പെടുത്തിയെടുക്കണം. അല്ലേ? മദ്യത്തിൽ മുങ്ങിക്കിടക്കുന്നൊരു സമൂഹം ആദ്യം തന്നെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കാബൻ്റെ ഗില്ല പിടിച്ചിട്ട് ഇതാ നാളെ മുതൽ മദ്യ ഹറാമാണെന്ന് പറഞ്ഞ സഹാബാക്കളെല്ലാവരും, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യന്മാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല, നമുക്ക് എങ്ങനെ മദ്യം ഒഴിവാക്കാൻ വേണ്ടി പറ്റും? ഞങ്ങൾ എന്തിന് മദ്യം ഒഴിവാക്കണം? ആ ഒരു ചോദ്യം കൂടി ഇല്ലേ? ഞങ്ങൾക്ക് എങ്ങനെ ഈ മദ്യത്തെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും? ഞങ്ങൾ എന്തിനിത് ഒഴിവാക്കണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആദ്യം ഹൃദയത്തിനെ പാകപ്പെടുത്തി ആഖിറാണ് വലുത്, ദുനിയാവ് തീർന്നു പോവേ, ഇത് കുറച്ച് സമയമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എന്താണ് കൂടുതൽ വേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനം എന്ത് പറഞ്ഞത്? ഇനി കൊള്ള കുടിക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ മക്കിയും മദനിയ സൂറത്തുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദനിയായ സൂറത്തുകളിൽ കൂടുതലും അഹ്കാമുകളാണ്. അപ്പോൾ അതൊരു പ്രബോധനത്തിൻ്റെ തർത്തീബും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. രണ്ടാമത്തേത്, ഖുർആൻ ശരീഫിൽ എത്ര ആയത്തുണ്ട്, എത്ര സൂറത്തുണ്ട്? അതറിയില്ലല്ലോ ഇല്ലേ? എത്ര സൂറത്തുണ്ട് ഖുർആനിൽ? മോനെ, എത്ര സൂറത്തുണ്ട്? 114. എത്ര ആയത്തുണ്ട് ഖുർആൻ ശരീഫിൽ? 6000 ആണെന്നുള്ളതിൽ ആർക്കും തറക്കില്ല. 6000ത്തിൽ കുറവല്ല. ഇസ്ലാം 6000 കൺഫേം ആണ്. 6000 പ്ലസ് എത്ര ഉണ്ട് എന്നുള്ളതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. അത് ചില മുസാഫുകളിൽ ചില 2 ആയത്തുകൾ ഒന്നായി എണ്ണിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഏതായാലും 6000 ആണെന്ന് വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ 6204 ആണെന്ന് ചില ആളുകൾ, 6214 ആണെന്ന് പറയുന്ന ആളുകൾ, 6219 ആണെന്ന് പറഞ്ഞ അഭിപ്രായം, അത് നമുക്ക് പ്രശ്നമുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഒന്നുമല്ല. ഏതായാലും നമുക്ക് ഇങ്ങനെ പറയാം, 6000ത്തിൽ ചില്ലുവാനും ആയത്തുകൾ എവിടെ ഉണ്ട്? പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഉണ്ട്. എത്ര ലെറ്റേഴ്സ് ഖുർആനിലുണ്ട്, ഹർഫുകളുണ്ട്? 3,40,740. ഹജ്ജാജിൻ്റെ കാലഘട്ടത്തിൽ ഹജ്ജാജ് എന്ത് ചെയ്ത്? ഖുറാകളെയും ഹുഫാദുകളെയും ഖുർആൻ്റെ എഴുത്തുകാരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, എല്ലാവരും ഇരുന്ന് എന്ന് പറഞ്ഞു. ഖുർആനിൽ എത്ര ഹർഫുകളുണ്ട്, ഖുർആനിൽ എത്ര വാക്കുകളുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി എണ്ണിയപ്പോൾ അവർക്ക് കിട്ടിയത് 3,40,740 ലെറ്റേഴ്സ്.
ഹർഫുകൾ ഖുർആൻ ഷരീഫിലുണ്ട് എന്ന് അദ്ദേഹം അവർ പറയുകയുണ്ടായി. പിന്നെ അടുത്തൊരു പദപ്രയോഗമാണ് നമുക്ക് കാണാം, സൂറത്ത് നമ്മൾ പറയാറുണ്ട്. സൂറ അല്ലെ, ഒന്നാമത്തെ സൂറത്ത്, രണ്ടാമത്തെ സൂറത്ത്. എന്താ ഈ സൂറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം? നമ്മൾ സാധാരണ അധ്യായം എന്ന് പറയാറുണ്ട്. സൂറത്ത് എന്നതിന് മുഫസ്സിറുകൾ അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതന്മാരൊക്കെ കൊടുത്തിരിക്കുന്ന അർത്ഥം ഈ അതിർത്തി എന്ന അർത്ഥത്തിന് സൂറ എന്ന് ഉപയോഗിക്കും. സുവറുൽ ബലദ്, ഈ നാടിൻ്റെ ബൗണ്ടറി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ ഒരു സൂറത്തിൽ ഒരു കൂട്ടം ആയത്തുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ ബഖറയിൽ 286 കൂട്ടം ആയത്തുകൾ, ആല് ഇമ്രാനിൽ ഇത്ര കൂട്ടം ആയത്തുകൾ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ബൗണ്ടറി ആക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അപ്പോൾ ഈ അലിഫ്ലാമിയും തൊട്ടിട്ട് വഗ്ഫിർലന വർഹംന അൻത മൗലാന മൻസൂർ അൽ ഖൗമിൽ കാഫിരീൻ, അവിടെയാണ് ഇതിൻ്റെ ബൗണ്ടറി. അതിനാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ആ കൂട്ടമുള്ള ഭാഗം സൂറ എന്ന പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മിനൽ ജംഇ വൽ ഇഹാത്ത, ഒരുമിച്ച് കൂട്ടുന്നത് എന്ന അർത്ഥത്തിലും സൂറത്ത് എന്ന പദപ്രയോഗം നടത്താറുണ്ട്. അപ്പോൾ ഒരു കൂട്ടം ആയത്തുകളുടെ സംഘം, ആ സംഘത്തിനാണ് നമ്മൾ എന്തെന്ന് ഉപയോഗിക്കുന്നത്, സൂറ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അടയാളം എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ വാക്കിൻ്റെ പൂർത്തീകരണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അവിടെ നമ്മളൊരു ആയത്ത് പൂർത്തിയായെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അവിടെ അള്ളാഹുവിൻ്റെ ആ വിഷയത്തിലുള്ള സംസാരം കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പിന്നെ ആയത്ത് എന്നതിൻ്റെ വിവക്ഷയിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ കലിമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊഴിയുന്നത് എന്നാണ് അർത്ഥം. നമ്മൾ വാക്കാൽ മൊഴിയുന്നതിന് നമുക്ക് കലിമത്ത് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ കലിമത്ത് 2 ഹർഫ് ഉണ്ടാകാം. ഏറ്റവും ചുരുങ്ങിയ എത്ര ഉണ്ടാകും ഖുറാനിലെ കലിമത്താണ് കേട്ടോ പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 2 ഉണ്ട്, ഏറ്റവും കൂടിയത് 10 ആണ്. അനുൽസിമുക്കുമൂഹ ലയസ്തഖ്ലിഫന്നഹും ഫഅസ്ഖൈനാകുമു, ഇതൊക്കെയാണ് പിന്നെ അതിൻ്റെ ഉള്ളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ചേർക്കാനുള്ളത്. ഇനി നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കാണ് അല്ലേ. നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ, നമ്മൾ മദ്രസയിൽ പോകുന്ന കാലം മുതൽ നമ്മൾ ഓതുകയും പഠിക്കുകയും ദിവസവും 17 വട്ടം നിർബന്ധമായും എല്ലാവരും നമ്മൾ ഓതുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് കുറേ പേരുണ്ട്. ഫാത്തിഹ എന്ന് മാത്രമല്ല, ഫാത്തിഹ എന്നത് ഒരു പേരാണ് അതിൻ്റെ. ആ സൂറത്തിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണെന്ത്, അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഫാത്തിഹ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് തുടക്കം കുറിക്കുന്ന സൂറത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് പറഞ്ഞത്? നമ്മൾ നിസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത് ഈ സൂറത്ത് കൊണ്ടാണ്. 2 ഖുർആൻ എഴുതിയൊരു തർത്തീബുണ്ടല്ലോ, ഇറങ്ങിയ തർത്തീബല്ല, എഴുതിയ തർത്തീബ്. ആ എഴുതിയ തർത്തീബിൽ ആദ്യം വന്നിരിക്കുന്നത് ഏതാണ്? ഈ സൂറത്താണ്. അതുകൊണ്ടാണ് ഫാത്തിഹ എന്ന പേര് നൽകപ്പെട്ടത്. മറ്റൊരു പേര് ഉമ്മുൽ കിതാബ്, ഈ കിതാബിൻ്റെ അടിസ്ഥാനം, അടിത്തറ. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും അടിത്തറക്ക് മുമ്പിൽ നിൽക്കുന്നതിന് അറബിയിൽ ഉമ്മ് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ മുമ്പിലും അയാളെ തുടർന്ന് കൊണ്ട് കുറേ ആൾ ബാക്കിലുണ്ടെങ്കിൽ ഈ മുമ്പിൽ നിൽക്കുന്ന ആൾ ഉമ്മ് എന്ന് പറയും. ഇപ്പം ഇമാം എന്നൊക്കെ ഉള്ളത് ആ പദത്തിൽ നിന്ന് വന്നതാ. ഇമാം എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്ന ആളെന്നല്ലേ. ഇപ്പം നിങ്ങൾ നോക്കിയാട്ടെ, മക്കയെ പറ്റി ഉമ്മുൽ ഖുറാ എന്ന് ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം എന്നതുപോലെ ഖുർആനിലെ സൂറത്തുകളുടെ പിന്നെ നായകനാണ് ഫാത്തിഹ. അതുകൊണ്ട് ഉമ്മുൽ കിതാബ് എന്നുള്ള പദം കാണാം. മറ്റൊരു പേര് സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഹംദ് എന്ന പേരുണ്ട്. മറ്റൊരു പേര് അസ്വല, സൂറത്തു സ്വല എന്നും പേരുണ്ട്. മറ്റൊരു പേര് സൂറത്തു ഷിഫ, രോഗശമനത്തിൻ്റെ സൂറത്ത് എന്ന പേരുണ്ട്. അതെന്താ അങ്ങനെ പേര് വരാൻ കാരണം? അതിനൊരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഘത്തിനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്രയാക്കിയ സമയത്ത് ഒരു സ്ഥലത്ത് അവർ എത്തി. ആ സമയത്ത് ഒരു അടിമ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ നേതാവിന്, തലവന് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് ചികിത്സ നൽകാനോ മറ്റോ ആരുമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഫഹൽ മിൻകും റാഖിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഓതി ഊതാൻ പറ്റിയ ആളുകളുണ്ടോ? ഇത് ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസാണിത്. നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഓതി ഊതാൻ പറ്റിയ ആളുണ്ടോ? അപ്പം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പോയി ഈ കൂട്ടത്തിൽ. അങ്ങനെ പോയി മന്ത്രിച്ചു, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മന്ത്രിച്ചു, ഖുർആൻ ഓതി മന്ത്രിച്ചു, തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, നിങ്ങൾ എന്ത് തരും? വേറെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരാദ്യം എത്തിയിട്ട് അവരോട് ഭക്ഷണം വെള്ളമൊക്കെ ചോദിച്ചപ്പോൾ തടഞ്ഞു എന്നാ, കൊടുത്തില്ല. ആ സമയത്താണ് പാമ്പ് കടി ഏൽക്കുന്നതും ഇവരോട് വന്ന് ആവശ്യപ്പെടുന്നതും. അപ്പം മന്ത്രിക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിച്ചു എന്ത് തരും?
ഇവർ ഡിമാൻഡ് വെച്ചു 30 ആടിനെ തരണം. എത്ര തരണം? 30 ആടിനെ തരണം. കാരണം പാമ്പ് കടി ഏറ്റത് ആർക്കാണ്? തലവനാണ്. അപ്പോൾ ഇവരുടെ സാഹചര്യം അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു 30 തരണം. ഇവർ അതേന്ന് പറഞ്ഞു, മന്ത്രിച്ചു, ഷിഫയായി, ഇതൊക്കെ കിട്ടി, ആടിനെ കിട്ടി, അതിൻ്റെ പാലൊക്കെ കുടിച്ചു. അപ്പോൾ സഹാബകൾക്കിടയിൽ സംസാരം വരാൻ തുടങ്ങി. ഇദ്ദേഹം പറഞ്ഞു, ലാ തുഹദ്ദിസു ഷൈഅൻ ഹത്താ നഅതി വനസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി നിങ്ങളുടെ എത്തിയിട്ട് നമുക്കിതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം എടുക്കാം, എന്താണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ. സഹാബകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് എത്തി വിഷയം പറഞ്ഞു, ഇങ്ങനെ സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നബി നിങ്ങൾ ആദ്യം ചോദിച്ചു, എന്താ ഓതിയത് എന്നുള്ള അർത്ഥത്തിലുള്ള ചോദ്യം വന്നു. എന്താ നിങ്ങൾ ഓതിയത്? അത് സഹാബാക്കളും ചോദിച്ചിരുന്നു നേരത്തെ. അപ്പോൾ ആ സഹാബി പറഞ്ഞു, എനിക്കങ്ങനെ ഇതിലും ഈ മന്ത്ര ചികിത്സയിൽ വലിയ വൈദഗ്ധ്യമൊന്നുമില്ല, ഞാനാകെ ഫാത്തിഹ അങ്ങ് ഓതി. ഞാൻ പോയിട്ട് എന്ത് ഓതി കൊടുത്തു? ഫാത്തിഹ അങ്ങ് നല്ല യഖീൻ അങ്ങ് ഓതി. കാരണം ഫാത്തിഹയിൽ എല്ലാം ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ തൗഹീദ് ഉണ്ട്, അള്ളാഹുവിനോടുള്ള സഹായം തേടലുണ്ടായി. അതാണല്ലോ അർത്ഥം. ഇപ്പം മന്ത്രിക്കുന്ന ഒരാൾ പാമ്പ് കടിയേറ്റ ആളത്തോട്ട് ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക നസ്തഈൻ ഓതുമ്പോൾ എന്താ അയാളെ മനസ്സിലുണ്ടാകുക? പടച്ചോനെ, നിന്നോടാ സഹായം ചോദിക്കുന്നത്, ഈ മനുഷ്യർക്ക് പാമ്പ് കടി ഏറ്റിട്ടുണ്ട്, പടച്ചോനെ നീ മാറ്റിക്കൊടുക്കണേ അല്ല. അതല്ല അതിൻ്റെ അർത്ഥം. അതാണല്ലോ അതിൻ്റെ അർത്ഥം. നബി തങ്ങൾ ചോദിച്ചു, വമാ യുദ്രീക അന്നഹാ റുഖിയത്തുൻ, ഈ സൂറത്തുൽ ഫാത്തിഹ മന്ത്രിക്കാൻ പറ്റിയ സൂറത്താണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായത്? അത് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ആ സഹാബിക്ക് ഓതുന്ന സന്ദർഭത്തിൽ മനസ്സിൽ തോന്നിയതാണ്. എന്ത്? ഇത് ഖുർആൻ ഷരീഫ്, ഇത് ഷിഫായിനെ പറ്റിയതാണ്. ഖുർആൻ മൊത്തത്തിൽ തന്നെ ഷിഫയല്ലേ? വനനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾക്ക് മനസ്സിലായി ഏകദേശം സഹാബാക്കൾക്ക് ഇത് വാങ്ങിയതിലും മറ്റൊക്കെ എന്തോ ഒരു ഇഷ്ടക്കേട് ഉള്ളതുപോലെ ഉണ്ട് സഹാബാക്കൾക്ക് എന്ന് നബി തങ്ങൾക്ക് തോന്നിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യഖ്സിമു, 30 ആട് നിങ്ങളെ കിട്ടിയില്ലേ, നിങ്ങളെ വീതം വെച്ചോ. ഓതിയത് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ആണെങ്കിലും നിങ്ങൾ വീതം വെച്ചോ. വദ്രിബൂ ലീ ബിസഹ്മിൻ, അതിൻ്റെ ഒരു ഓഹരി നിങ്ങൾ എനിക്കും കൂടി തന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് മറ്റേ പണ്ഡിതന്മാർ കുറേ കാര്യങ്ങൾക്ക് തെളിവായി ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നമ്മളെ വിഷയം എന്താണ്? ഇവിടെ എന്താ? ഷിഫാ. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഷിഫാ എന്നുള്ള പേര് വന്നു. സൂറത്തുൽ ഫാത്തിഹ ഓതിയപ്പോൾ പാമ്പിൻ്റെ കടിക്ക് വരെ അത് ശമനമായി എന്ന് പറഞ്ഞാൽ ഇവിടെ പാമ്പ് കടിയേറ്റാൽ കടി പോകണ്ടെന്നൊന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ബാഹ്യമായ ചികിത്സ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അള്ളാഹിൻ്റെ സഹായം വരണമല്ലോ. ഏത് മരുന്ന് പോയാലും അത് വർക്ക് ചെയ്യണമെങ്കിൽ, ശരീരം അതിനോട് പ്രതികരിക്കണമെങ്കിൽ ഒരു തീരുമാനം ആ ശരീരത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആ തീരുമാനം അള്ളാഹിന് എടുക്കുന്ന വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ ഷരീഫിൽ നോദാം. അതാണ് അഷിഫ എന്ന പേര് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട് എന്ന് പറയാൻ കാരണം. മറ്റൊരു പേര് അതുപോലെ ഷിഫ, റുഖിയ എന്ന പേരുണ്ട്. അസാസുൽ ഖുർആൻ, ഖുർആനിൻ്റെ അടിത്തറ എന്ന പേരുണ്ട്. വാഖിയ, സംരക്ഷിക്കുന്നത് എന്നർത്ഥമുണ്ട്. അൽ കാഫിയ, എല്ലാത്തിനും മതിയായത് എന്നർത്ഥവും എന്ന പേരും ഈ സൂറത്തിനുണ്ട്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പേരുകൾ ഈ സൂറത്തിനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ മക്കിയാണോ മദനിയാണോ? മക്കയിൽ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണോ ഹിജ്റക്ക് ശേഷം അവതരിച്ചതാണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മക്കിയാണ്, മക്കിയ, ഹിജ്റക്ക് മുമ്പാണ്. വേറെ ചില സഹാബാക്കളും അല്ല, ഇത് മദനിയാണ്. അപ്പോൾ അതിന് പണ്ഡിതന്മാർ പറയുന്നത് ഒരു പക്ഷേ ഈ സൂറത്ത് 2 തവണ ഇറങ്ങിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ട് കേട്ടോ. ചില സൂറത്തുകൾ എന്തായിട്ടുണ്ട്, ഒരു തവണ മാത്രമല്ല ഇറങ്ങിയിട്ടുണ്ടാകാം. ഒരു തവണ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ചിലപ്പം അതുപോലത്തെ സംഭവം വീണ്ടും ആവർത്തിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ആ സൂറത്ത് അല്ലെങ്കിൽ ആ ആയത്ത് ഇറങ്ങും. അപ്പോൾ അന്ന് കണ്ട സഹാബി പറയും ഇത് മദനിയാണ്, അല്ലെങ്കിൽ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയതാണ്. ആദ്യം കണ്ട സഹാബി പറയും ഇത് മക്കിയാണ്, ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണ്. അപ്പോൾ തമ്മിൽ പ്രശ്നമില്ല, കോൺട്രഡിക്ഷൻ ഇല്ല. അപ്പോൾ 2 വട്ടം ഇറങ്ങിയതാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ഒരു പക്ഷേ പകുതി ഭാഗം അല്ലെങ്കിൽ ഇത്ര പോർഷൻ ഹിജ്റക്ക് മുമ്പും പകുതി ഭാഗം ഹിജ്റക്ക് ശേഷമാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും മക്കിയാണെന്നും മദനിയാണെന്നുള്ള ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹയിൽ 25 കലിമത്തുകളുണ്ട്, വാചകങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ ഹർഫുകൾ എന്ന് പറയുന്നത് 113 ഹർഫുകളാണ്. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 113 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഫളായിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ പഴയ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം എല്ലാ കുറേ ആലിമീങ്ങളും എന്ത് ദുആ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഫാത്തിഹ ഉണ്ടാവും. ഫാത്തിഹ ഇല്ലാത്തൊരു പരിപാടി ഉണ്ടാവും. അൽ ഫാത്തിഹ ഉണ്ടാവും അല്ലേ? നമ്മളാലേക്ക് എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും ഇങ്ങനെ ഫാത്തിഹ ഓതി ദുആ എടുക്കണം എന്നൊന്നും ഹദീസിലൊന്നും വ്യക്തമായിട്ടൊന്നും ഇവിടെയൊന്നും ഇല്ല. ഓരോ സന്ദർഭങ്ങളിലും ഇങ്ങനെ നിക്കാഹ് കഴിഞ്ഞാൽ നിങ്ങൾ ഫാത്തിഹ ഓതണം, അല്ലെങ്കിൽ മരിച്ച് ദുആ ചെയ്യുമ്പോൾ ആദ്യം അങ്ങനെ ഒരു പ്രത്യേക നിയമം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക? ഇത്രയും മഹത്വം ഇതിന് വന്നിട്ടുണ്ട്. അടിത്തറ എല്ലാം കൊണ്ടും തികഞ്ഞത്, എല്ലാത്തിനും മതിയായത്. അപ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണം, പഠിച്ചോനെ നമ്മളെ കാര്യങ്ങളൊക്കെ നീ സ്വീകരിക്കണേ. അപ്പോൾ അതിനു മുമ്പ് നല്ല പവർഫുൾ ആയിട്ടുള്ള എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സൂറത്ത് ഓതുക എന്ന നിലയിലായിരിക്കണം നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ എല്ലാത്തിനും മുമ്പ് നമ്മൾ എന്ത് ചെയ്തത്? സൂറത്തുൽ ഫാത്തിഹ ഓതുന്നൊരു രീതി തുടങ്ങി വെച്ചിട്ടുണ്ടാകുന്നത്. നമ്മളും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണത്. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മൾ ഷോപ്പിൽ കയറാൻ വേണ്ടി പോവാണ്, നമ്മളൊരു വിഷയം പഠിക്കാൻ വേണ്ടി പോവാണ്, നമുക്കൊരു അസുഖം വന്നു, നമുക്കൊരു പ്രശ്നം വന്നു, നമ്മളൊരു ഫാത്തിഹ ഓതണം, സ്വന്തമായിട്ട് ഓതണം. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നൊരു തർത്തീബ് ഉണ്ടാകണം. ഇതിൻ്റെ ഫളായിൽ നമുക്ക് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ സഈദ് മുഅല്ല റളിയല്ലാഹു തആല അൻഹു പറയാൻ, അദ്ദേഹം പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ നബിതങ്ങൾ എന്നെ വിളിച്ചു. നബിതങ്ങൾ നിസ്കാരത്തിനിടയിൽ എന്ത് ചെയ്തു? എന്നെ വിളിച്ചു. ഞാൻ ഉത്തരം നൽകിയില്ല. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നബിതങ്ങൾ വിളിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം കൊടുക്കണം. അതിപ്പോഴും സുന്നത്ത് നിസ്കാരത്തിൽ എന്ത് ചെയ്യാം? മാതാപിതാക്കളും മറ്റേ മശായിഖമാരും ഉസ്താദുമാരൊക്കെ വിളിച്ചാൽ ഉത്തരം നൽകാമെന്നില്ല. ഫർള് മുറിക്കാൻ പാടില്ല, സുന്നത്തിൽ പറ്റുമെന്നില്ല. അപ്പോൾ ഈ സംഭവം ഒരു പക്ഷേ ഈ നിയമം വരുന്നതിന് മുമ്പാകാം, ഫർളിൽ മുറിക്കാൻ പാടില്ല എന്ന നിയമം വരുന്നതിന് മുമ്പാകാം. അല്ലെങ്കിൽ സഹാബി നിസ്കരിച്ച് ചിലപ്പോൾ സുന്നത്ത് നിസ്കാരമായിരിക്കാം. ഏതായാലും നബിതങ്ങൾ വിളിച്ചു ഈ സഹാബിയെ. ഫലം അജിബുഹു, ഞാൻ ഉത്തരം കൊടുത്തില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിതങ്ങളുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ നബി ചോദിച്ചു, അല്ല ഞാൻ വിളിച്ചല്ലോ, നിസ്കാരത്തിനിടയിൽ എന്താ വരാതിരുന്നത്? മാ മനഅക അൻ തഅതിയനി, എന്താ എൻ്റെ അടുക്കൽ വരാതിരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി കുന്തു ഉസല്ലി, ഞാൻ നിസ്കരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വറസൂൽ, അള്ളാഹും റസൂലും വിളിച്ചാൽ ഉടനെ മറുപടി കൊടുക്കണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? ഇത് നീ കേട്ടിട്ടില്ലേ? എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചാലാണ് വിളിച്ചത്. ലഉഅല്ലിമന്നക അഅ്ലമ സൂറത്തുൻ ഫിൽ ഖുർആൻ, ഖുർആൻ ശരീഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്ത് എനിക്ക് പഠിപ്പിച്ചുതരാം, നീ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് പഠിപ്പിച്ചുതരാം എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്നിട്ട് സഹാബി ഒരാൾ നബിതങ്ങൾ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പള്ളീൻ്റെ പുറത്തെത്താനായിട്ട് നബിതങ്ങൾ ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല ഏതാണ് സൂറത്ത്. വാതിലിൻ്റെ അടുത്തെത്തി പുറത്തിറങ്ങേണ്ട സമയപ്പോൾ സഹാബി ചോദിച്ചു, നബിയെ തങ്ങൾ പറഞ്ഞിരുന്നല്ലോ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്തു തരും? ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് പഠിപ്പിച്ചു തരുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതാണ് ആ സൂറത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ ഞാൻ പറഞ്ഞുതരാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തുള്ള ആ സൂറത്താണ്. ഹിയ സബ്ഉൽ മസാനി, ഇതാണ് സബ്ഉൽ മസാനി എന്ന് പറഞ്ഞ ആവർത്തിച്ച് ഓതുന്ന 7 ആയത്തുകൾ. അതാണ് സബ്ഉൽ മസാനി. മസാനിക്ക് വേറെ അർത്ഥമുണ്ട്, ഒരർത്ഥം ഇങ്ങനെ ആവർത്തിച്ച് ഓതപ്പെടുന്നത്. ആവർത്തിച്ച് ഓതല്ലേ, എത്ര മനുഷ്യന്മാരെ ഓതുന്നത് ആലോചിച്ച് കേട്ടെ അല്ലേ? 2.5-3 ബില്യൺ മുസ്ലിമീങ്ങളുണ്ട്. അതിൽ നിസ്കരിക്കുന്ന ഒരു 1.5 ബില്യൺ എടുത്താൽ തന്നെ ഇവരെ എല്ലാവരും ഓതല്ലേ. അസ്സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അലീം, ഇതാണ് പ്രധാനപ്പെട്ട സൂറത്ത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഖുർആൻ മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ കലാമല്ലേ? മൊത്തത്തിൽ അള്ളാഹിൻ്റെ കലാമാണല്ലോ. അപ്പോൾ ഖുർആനിലെ ചില ഭാഗങ്ങളിലേക്കാൾ അങ്ങനെ ശ്രേഷ്ഠത ഉണ്ടാകുമോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, ഖുർആൻ ഷരീഫിൽ ഏറ്റവും അഅ്ലമ സൂറത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചില സൂറത്തിനേക്കാൾ അങ്ങനെ മഹത്വം ഉണ്ടാകുമോ? പണ്ഡിതന്മാരിൽ അധികവും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉണ്ട്. മൊത്തത്തിൽ അള്ളാഹിൻ്റെ കലാമാണെങ്കിലും ചില സൂക്തങ്ങൾക്ക് ചിലതിനേക്കാൾ എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്. നബിമാരെല്ലാം അള്ളാഹ് അയച്ചല്ലേ, നബിമാരെല്ലാം അയച്ചാരന്നെ അള്ളാഹു തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്ക് തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ, ചില ആളുകളേക്കാൾ നാം ശ്രേഷ്ഠം നൽകിയിട്ടുണ്ട്. മനുഷ്യന്മാരെന്ന നിലയ്ക്ക് എല്ലാവരും ഒരുപോലെയാണ്, പക്ഷെ അതിൽ അമ്പിയാക്കന്മാർ ശ്രേഷ്ഠരാണ്.
അമ്പിയാക്കൾ നുബുവത്ത് കിട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും തുല്യരാണ്. പക്ഷെ അതിൽ ചിലർക്ക് ചിലതിനേക്കാൾ ശ്രേഷ്ഠം നൽകിയിട്ടുണ്ട്. മിൻഹും മൻ കല്ലമല്ലാഹ്, ചില ആളുകളോട്, ചില നബിമാരോട് അള്ളാഹു സംസാരിച്ചു, ചില ആളുകൾക്ക് ഗ്രന്ഥം നൽകി, ചില ആൾക്ക് ഗ്രന്ഥം നൽകിയില്ല എന്നതുപോലെ ഖുർആൻ മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ കലാമാണെങ്കിൽ, ഇപ്പോൾ തൗറാത്തും ഇഞ്ചീലും അതുപോലെ സബൂറും ഖുർആൻ ഒക്കെ അള്ളാഹിൻ്റെ കലാമനല്ലേ. ആ കലാമുകളിൽ ശ്രേഷ്ഠത ഏതിനാ? ഖുർആന്. ആ ഖുർആൻ മൊത്തം കലാമല്ല തന്നെയല്ലേ. ആ കലാമിൽ ചിലതിനെന്തുണ്ട്? യഫ്ളുലു ബഅദുഹ ബഅദൻ, ചില സൂറത്തുകളേക്കാൾ ഫളായിൽ കൂടിയതാണ്, ശ്രേഷ്ഠത കൂടിയതാണ് എന്നാണ് ഈ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. കാരണം ഇതൊക്കെ നബിതങ്ങൾ വ്യക്തമായി പറഞ്ഞാണല്ലോ അഅ്ളം ഈ സൂറത്തിൻ എന്ന് നബിതങ്ങൾ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിതങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുക, നബിതങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. ആ സമയത്ത് ആകാശത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് തൻ്റെ ദൃഷ്ടികളെ പായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദാ ബാബുൻ ഖദ് ഫുതിഹ മിനസ് സമാ, ദാ ഇപ്പോൾ ആകാശത്തു നിന്ന് ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് ഈ വാതിൽ തുറക്കപ്പെട്ടത്. ഇതുവരെ തുറക്കാത്തൊരു വാതിൽ തുറന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആ വാതിൽ നിന്നും ഒരു മലക്കിറങ്ങി വന്നു. അപ്പോൾ അത് ജിബ്രീലാകാൻ സാധ്യതയില്ല. കാരണം നബിതങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ജിബ്രീൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ പൊതുവിൽ വഹയി ഇറങ്ങാൻ വേണ്ടി ആരാ വരുത്ത്? ജിബ്രീൽ വരാൻ വേണ്ടിയാണ്. ജിബ്രീൽ മുഖേനയാണ് ഇറങ്ങാനുള്ളത്. ഈ സന്ദർഭത്തിൽ ഒരു പ്രത്യേക മലക്കിറങ്ങും. എന്നിട്ട് പറഞ്ഞു, ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ, നബിയെ അങ്ങേക്ക് കിട്ടിയ 2 പ്രകാശങ്ങളുടെ പേരിൽ അങ്ങ് സന്തോഷിച്ചു കൊള്ളുക. 2 പ്രകാശം അങ്ങേക്ക് സ്പെഷ്യലായി നൽകിയിട്ടുണ്ട്. മുമ്പ് ഒരു നബിമാർക്കും കൊടുക്കാത്ത ഒരു പ്രത്യേകമായ പ്രകാശം. ഏതാണ്? ഫാത്തിഹത്തുൽ കിതാബ്. അപ്പം അന്നാണ് ആ അറിയിപ്പുണ്ടായത്. ഫാത്തിഹ ഒരു വലിയ പ്രകാശമാണെന്നും അത് മുമ്പുള്ള നബിമാർക്ക് കിട്ടിയിട്ടുമില്ല എന്ന അറിയിപ്പ് കൊടുത്തു. രണ്ടാമത്തെ പ്രകാശം ഏതാണ്? വഖവാതിമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറന്റെ ആമന റസൂൽ തുടങ്ങുന്ന ആ ഭാഗവും. ഇത് രണ്ടും തങ്ങൾക്കും തങ്ങളുടെ ഉമ്മത്തിനും കിട്ടിയ പ്രകാശമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മലക്ക് പറഞ്ഞു. എന്താ അതിൻ്റെ പ്രത്യേകത? ലം തഖറ ഹർഫം മിൻഹുമാ, ഈ 2 പ്രകാശങ്ങളിൽ നിന്നും ഏതിനെ ഓതിയാലും, ഫാത്തിഹയെ ഓതി, സൂറത്തുൽ ബഖറന്റെ അവസാനത്തിന് ഓതിയാൽ ഇല്ലാ ഖദ് ഊതീതഹു, ആ ഓതിയതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. കിട്ടും എന്ന് പറഞ്ഞാൽ ഒന്ന് കൂലി കിട്ടും. ഓരോ അർഫിനും 10 നന്മ വെച്ചിട്ട് കിട്ടും. 2 ആ സൂറത്തുകളിൽ എന്തെല്ലാം ചോദിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഫാത്തിഹയിൽ ചോദിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പഠിച്ചോനെ ശരിയായ മാർഗത്തിൽ നയിക്കണമേ, അള്ളാഹു വഴികെടുത്തൂല. സൂറത്തുൽ ബഖറിന്റെ അവസാനത്തിൽ വഅഫു അന്നാ, പഠിച്ചോനെ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ, വഗ്ഫിർ ലനാ, പുറത്തു തരണേ, വർഹംന, കരുണ കാണിക്കണേ, പഠിച്ചോൻ എന്ത് ചെയ്യും? അത് നൽകും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മലക്ക് പറയുകയുണ്ടായി. ഇത് ഇമാം നസായി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ മഹത്വം ഇതിനുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലാ സ്വലാത്തൻ, ഒരാൾ നിസ്കരിച്ചാൽ, ലം യഖറ ഫീഹ ഉമ്മൽ ഖുർആൻ, ആ നിസ്കാരത്തിൽ അയാൾ ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ ഫഹിയ ഖിദാജുൻ, ആ നിസ്കാരം എന്തല്ല? പൂർണ്ണമല്ല. നിങ്ങളത് 3 വട്ടം പറഞ്ഞു. ഫഹിയ ഖിദാജുൻ, ഫഹിയ ഖിദാജുൻ, ഫഹിയ ഖിദാജുൻ. അത് അപൂർണമായ, പൂർണ്ണതയില്ലാത്ത നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇതിൻ്റെ വളരെ മഹത്വം അറിയിക്കുന്ന മറ്റൊരു ഹദീസുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, ഞാൻ എൻ്റെയും എൻ്റെ അടിമൻ്റെയും ഇടയിൽ ഫാത്തിഹയെ 2 ഭാഗമാക്കിയിരിക്കുന്നു. കണ്ടു, ഇവിടെ ഖസംതു സ്വലാത്ത എന്നുള്ള പദം ഉപയോഗിച്ചത്. നിസ്കാരത്തിനെ 2 ആക്കിയെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫാത്തിഹയ്ക്ക് കുറേ പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പേരെന്തായിരുന്നു? സൂറത്തു സ്വല. അത് ഈ ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. നബി തങ്ങൾ പറയാണ്, അള്ളാഹ് പറഞ്ഞതായിട്ട്, ഞാൻ ഫാത്തിഹയെ 2 ഭാഗമാക്കി തിരിച്ചിരിക്കുന്നു. അത് എൻ്റെയും എൻ്റെ അടിമയും തമ്മിലുള്ളൊരു ഡീലാണ്. വലിയ അബ്ദി മാ സഅൽ, അതിൽ എൻ്റെ അടിമ എന്ത് ചോദിക്കുന്നു അത് ഞാൻ കൊടുക്കും. അങ്ങനെ അടിമ ഓതി വന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മി എല്ലാ സൂറത്തിലുണ്ടല്ലോ, ബിസ്മിൻ്റെ ചർച്ച ഇൻഷാ അല്ലാഹ് വരും, അത് നമുക്ക് അടുത്ത മജ്ലിസിൽ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന എൻ്റെ അടിമ ഓതിയാൽ ഖാലല്ലാ, അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. നമ്മളാച്ചിക്കട്ടെ, നമ്മൾ ആ ഒരു ഓർമ്മയിൽ ഈ അൽഹംദുലില്ലാ ഓതി വയ്ക്കട്ടെ. നമ്മൾ പറയുമ്പോൾ തന്നെ അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. പിന്നെ അടിമ മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുമ്പോൾ അള്ളാഹു പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു, എൻ്റെ മഹത്വത്തിനെ അംഗീകരിച്ചിരിക്കുന്നു.
എന്നിട്ട് അടിമ ഇതാ വേറെ ചില സന്ദർഭങ്ങളിൽ ഫവ്വദ ഇലൈ അബ്ദി, എൻ്റെ അടിമ എന്നിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. അതൊക്കെ പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതുമ്പോൾ അള്ളാഹു പറയും ഇത് എൻ്റെയും എൻ്റെ അടിമൻ്റെയും തമ്മിലുള്ള ഒരു ഡീലാണ് അല്ലെ. നമ്മളെന്താ അള്ളാഹുനോട് പറഞ്ഞു, പടച്ചോനെ ഞാൻ നിന്നെ മാത്രം ആരാധിക്കാം, നിന്നെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ, എൻ്റെ സഹായം ചോദിക്കൽ മൊത്തവും ആരോടെന്നാണ്, നിന്നോട് മാത്രമാണ്. അപ്പോൾ നമ്മളെന്തോ ചോദിക്കാൻ പോവാണ് അള്ളാഹിനോട്, അതുകൊണ്ടാണ് ലാംബുകമായിട്ട് പറഞ്ഞത് ഞാൻ നിന്നോട് മാത്രം എന്ത് ചെയ്യൂ, സഹായം ചോദിക്കൂ. എന്നിട്ട് അള്ളാഹു പറയും വലിയ അബദി മാസഅല, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഡീലായതുകൊണ്ട് തന്നെ ഇനി എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ എന്ത് ചെയ്യും, കൊടുക്കും. വലിയ അബദി മാസഅല, അങ്ങനെയാണ് അടിമ ഓതുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ എന്തൊരു ചോദ്യമല്ലേ, എന്നെ ശരിയായ മാർഗത്തിൽ നടത്തണമേ. ഒരു യാത്ര പോയിട്ട് ഗൂഗിൾ മാപ്പ് തെറ്റിയാലുള്ള ബേജാറെന്താ അല്ലേ? നമ്മളിങ്ങനെ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുക, ഹൈവേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലോങ് പോകുമ്പോൾ. അപ്പോൾ പറയാ ഇൻ 100 meters ടേൺ റൈറ്റ്, 100 മീറ്റർ വലത്തോട്ടേക്ക് തെറ്റിയ ഇതങ്ങ് കയറിയപ്പോൾ പിന്നെ കുറ്റിക്കാടാ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മളാകെ ബേജാറായി. ദുനിയാവിലെ വഴിൻ്റെ കാര്യം ഈ പറയുന്നത്. അപ്പോൾ ആഖിറത്തിലേക്കുള്ള വഴി തെറ്റുന്ന കഥകളൊന്നും ആലോചിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ. അപ്പോൾ അള്ളാഹിനോട് ചോദിക്കുകയാണ് ഫസ്റ്റ്, പടച്ചോനെ എന്നെ അങ്ങ് നിന്റെ ദർബാറിലെത്തിക്കുന്നത് വരെ ഹിദിന, ഈ കൈപിടിച്ച് കൊണ്ടുപോകണേ. അപ്പോൾ അള്ളാഹു പറയും എൻ്റെ ആരെ വഴിയെന്നും കൂടി നമ്മൾ പറയും, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അപ്പോൾ അള്ളാഹു പറയും ഹാദാ ലി അബ്ദി, ഇതെൻ്റെ അടിമക്കുള്ളതാണ്. ഒരു അബ്ദി മാ സഅൽ, എൻ്റെ അടിമ ചോദിച്ചതിനെ ഞാനിതാ കൊടുത്തിരിക്കുന്നു എന്ന് പടച്ചോൻ പറയും. അപ്പോൾ ആദ്യം ഫുള്ള് അള്ളാഹ് നമ്മൾ വാഴ്ത്തി എടുത്തം വരെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു, അടിമ അള്ളാഹിനോട് ചോദിക്കുകയാണ്. അപ്പം അള്ളാഹു പറയാണ് എൻ്റെ അടിമക്ക് ഞാൻ ചോദിച്ചത് ഇതാ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നബിതങ്ങൾ അള്ളാഹു പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും വലിയ മഹത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ നമ്മൾ ഓതുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ഇസ്തിഹ്ലാർ മനസ്സിൽ ഇതിനെ ഹാജരാക്കൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തിൻ്റെയും തഫ്സീറുകളിലേക്ക് നമുക്ക് വരുന്ന മജ്ലിസുകളിലേക്ക് നമുക്ക് പറയാം. അള്ളാഹു തആല ശരിയായ രീതിയിൽ പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ഷരീഫിൻ്റെ ഇൽമ് അത് ജീവിതത്തിൽ